പ്രസംഗ പരിശീലന വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഉദ്ദേശത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല ഉദ്ദേശമുണ്ടായിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നന്മ, ഒരു ഉദ്ദേശം നമുക്കുണ്ടായിരിക്കണം. നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മുടെ കുടുംബത്തിലെ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും സുഖം ലഭിക്കട്ടെ എന്നല്ല, എല്ലാവർക്കും സുഖം ലഭിക്കട്ടെ എന്നാണ്. ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. എല്ലാവർക്കും സുഖം ലഭിക്കട്ടെ എന്നാണ്. അതുപോലെ നാം കഴിക്കുന്ന അന്നം അത് ഒരുപാട് ആളുകളുടെ പ്രയത്ന ഫലമായിട്ടാണ്, കഠിനാധ്വാനം കൊണ്ടാണ്. അപ്പോൾ നാം ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഒരു ചിന്താഗതി നമ്മളിൽ വേണം. അതായത് ഇതൊന്നും എൻ്റെ എഫർട്ട് കൊണ്ടുണ്ടായതല്ല, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ എടുത്തിരിക്കുന്ന വസ്ത്രം, ഇതെല്ലാം മറ്റാരുടെയോ അതിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം. നല്ല ഉദ്ദേശം, നെയ്യത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും ഒരുപക്ഷെ നമുക്ക് ഉടനെ അതിൻ്റെ നല്ലൊരു ഫലം കിട്ടിയില്ലെങ്കിലും തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഫലം കിട്ടിയിരിക്കുമെന്നാണ്. ഇതൊരു കഥയോട് കൂടിയിട്ട് അതിനെ സമർത്ഥിക്കാം. അതായത് പണ്ട് രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഞാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, രാമായണ പാരായണം നടക്കുന്നുണ്ട്, ഞാൻ അത് കേൾക്കാൻ വേണ്ടി പോകുന്നു. മറ്റേ സുഹൃത്തിനോട് ചോദിച്ചു, നീ എവിടേക്ക് പോകുന്നു? അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഞാൻ കാര്യം തുറന്ന് പറയാം, ഞാനൊരു സ്ത്രീയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞു, നീ എന്തിനാണ് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നത്? അതൊക്കെ മോശം കാര്യങ്ങളല്ലേ, നീ ക്ഷേത്രത്തിലേക്ക് പോയോ, നീ രാമായണം കേൾക്കൂ എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് ശരിയാവില്ല, എനിക്ക് രാമായണം കേട്ടിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുഹൃത്ത് ക്ഷേത്രത്തിൽ രാമായണം കേൾക്കുന്നതിന് വേണ്ടി പോയി, മറ്റേ സുഹൃത്ത് വേശ്യാലയത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ പോയ സുഹൃത്ത് രാമായണമൊക്കെ കേട്ടു. ആ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്ത തൻ്റെ സുഹൃത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതായത് രാമായണം കേട്ടിട്ട് എന്തു കാര്യം, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി, അതുപോലെ ഹനുമാനും സുഗ്രീവനും ബാലി ഉൾപ്പെടെയുള്ള വാനരന്മാർ അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്നു, യുദ്ധം ചെയ്തു തോൽപ്പിച്ച് രാവണനെ കീഴടക്കി കൊണ്ടുപോന്നു, ഗർഭിണിയായ സീതയെ രാവൺ കാട്ടിൽ ഉപേക്ഷിച്ചു. ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ. ഇത് കേട്ടിട്ട് എനിക്കെന്ത് പ്രയോജനം? പക്ഷെ എനിക്ക് ആ സുഹൃത്തിൻ്റെ കൂടെ പോകാമായിരുന്നു, ആ സ്ത്രീയുമായി സംഗമിക്കാമായിരുന്നു. അപ്പോൾ ഇയാളുടെ ചിന്തകൾ ആ തരത്തിലായിരുന്നു. പക്ഷെ അതേസമയം മറ്റേ സുഹൃത്ത് ആ സ്ത്രീയുമായി സംഗമിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വലിയ കുറ്റബോധം തോന്നി. വേണ്ടിയിരുന്നില്ല, തനിക്ക് മറ്റേ സുഹൃത്തിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോയാൽ മതിയായിരുന്നു. ഇത് എൻ്റെ പൈസയും പോയി, എൻ്റെ ശരീരവും മനസ്സൊക്കെ ദുഷിച്ചു, ഞാൻ ചെയ്ത പ്രവൃത്തി മോശമായി എന്ന് ആ സുഹൃത്ത് ചിന്തിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു, രണ്ടുപേരും മരണപ്പെട്ടു. അതിനുശേഷം യമപുരിയിലെത്തി, യമരാജ്യത്തെത്തി രണ്ടുപേരും. അങ്ങനെ യമരാജൻ ക്ഷേത്രത്തിൽ പോയ സുഹൃത്തിനെ നരകത്തിലേക്കും വേശ്യാലയത്തിൽ പോയ സുഹൃത്തിനെ സ്വർഗത്തിലേക്കും കടത്തിവിട്ടു. അത് കണ്ട് ക്ഷേത്രത്തിൽ പോയ സുഹൃത്ത് യമരാജൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്റ്റർ യമരാജൻ, ഒരുമാതിരി ചെറ്റത്തരം ചെയ്യരുത്. ക്ഷേത്രത്തിൽ പോയി രാമായണം കേട്ട എന്നെ നരകത്തിലേക്കും, സ്ത്രീയുമായി സംഗമിച്ച എൻ്റെ സുഹൃത്തിനെ സ്വർഗത്തിലേക്കും കടത്തിവിട്ടത് കടുത്ത അന്യായമാണ്. താങ്കളെപ്പോലെയുള്ള ഒരാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യമരാജൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
പ്രിയ സുഹൃത്തെ, താങ്കൾ ക്ഷേത്രത്തിൽ പോയി രാമായണം കേട്ടു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ താങ്കളുടെ ചിന്ത അപ്പോഴും തൻ്റെ സുഹൃത്ത് ആ സ്ത്രീയുമായി രമിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ, ആ സ്ത്രീയുടെ നഗ്ന ശരീരം, ഇതൊക്കെയാണ് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താങ്കളുടെ മനസ്സിനെ ദുഷിപ്പിച്ചു. താങ്കൾ ഒരു തരത്തിലും ഒരു ആത്മീയമായി താങ്കൾക്ക് ഉയരാൻ സാധിച്ചില്ല. താങ്കൾ ഇപ്പോഴും സ്ത്രീ വിഷയത്തിൽ ചുറ്റിപ്പറ്റി കിടക്കുകയാണ്. എന്നാൽ തൻ്റെ സുഹൃത്ത് സ്ത്രീയുമായി സംഗമിച്ചു എന്ന് പറയുന്നത് ശരി. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് കടുത്ത കുറ്റബോധം തോന്നി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, തൻ്റെ ശരീരവും മനസ്സും ഒക്കെ ദുഷിച്ചു, തൻ്റെ പണം നഷ്ടപ്പെട്ടു, ഇനിമേലൽ ഒരിക്കലും താൻ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തു. പ്രായശ്ചിത്തം ഏറ്റുപറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ച് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്നെ മാനസികമായി ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അത് മാനസികമായി ആത്മീയമായി അദ്ദേഹം ഉയർന്നു. ഇനി താങ്കൾ പറയൂ, താങ്കളുടെ സുഹൃത്താണോ സ്വർഗത്തിൽ പോകാൻ അർഹൻ എന്ന് ചോദിച്ചു. സുഹൃത്തിന് ഒരു മറുപടിയും പറയാനുണ്ടായില്ല. അപ്പം അതുപോലെ മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി. നമുക്കറിയാം, ഒരു വലിയൊരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 4 കവാടങ്ങളുണ്ടാകും, 4 പടികളുണ്ടാകും. ഇതിൽ ഏത് പടിയാണ് നല്ലത് എന്ന് ചോദിച്ചാൽ എല്ലാ പടികളും നല്ലതാണ്. ഏറ്റവും പ്രധാനം ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നതാണ്. അപ്പോൾ മാർഗത്തേക്കാൾ ഉപരി ലക്ഷ്യമാണ് പ്രധാനം, നെയ്യത്താണ് പ്രധാനം. അപ്പോൾ പല മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാലും നല്ല ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നല്ലതാണെങ്കിൽ, അതിൽ നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടാവും. അത് നമുക്കും മറ്റുള്ള